ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ ഒരു വ്ളോഗ് എൻ്റെ വെഡ്ഡിങ് പർച്ചേസ് ആൻഡ് വെഡ്ഡിങ് പ്രിപ്പറേഷൻ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വെഡ്ഡിങ് പർച്ചേസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് നമ്മുടെ വെഡ്ഡിങ് സാരിയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ആർടെക്സ് കുത്താമ്പുള്ളിൽ ആർടെക്സിലാണ് കേട്ടോ പോയത്. അപ്പോൾ ഞങ്ങളുടെ ഒരു തീം എന്ന് വെച്ചാൽ പേസ്റ്റൽ തീമായിരുന്നു. അപ്പോൾ എനിക്കൊരു ബേബി പിങ്ക് കളറുള്ള സാരി ആയിരുന്നു വേണ്ടത്. അപ്പോൾ അവരുടെ പേസ്റ്റൽ തീം വന്നപ്പോൾ അവരെല്ലാ തരം ഷെയ്ഡ്സുള്ള പേസ്റ്റൽ സാരീസ് കാണിച്ചു തന്നിരുന്നു. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചത്ര എനിക്ക് മനസ്സിൽ പിടിച്ച കളറൊന്നും കിട്ടിയില്ല അവിടെ. അപ്പോൾ നെക്സ്റ്റ് ഞങ്ങളവിടെ സെറ്റ് മുണ്ട്, സെറ്റ് സാരി അതൊക്കെയാണ് ഞങ്ങൾ നോക്കിയത്. അപ്പോൾ അവിടെ നിന്ന് കുറേ ഞങ്ങൾ മുണ്ടോളും കൊടുക്കാൻ വേണ്ടിയിട്ട് മുണ്ടോളും സാരീസൊക്കെ അവിടെ നിന്നാണ് കേട്ടോ പർച്ചേസ് ചെയ്തത്. ഒരുപാട് കളക്ഷൻസ് അവരുടെ കയ്യിലുണ്ട്, നല്ല ഓഫർ പ്രൈസിലും. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ശിവറാം ടെക്സിലാണ്, അതും കുത്താമ്പുള്ളിയിൽ തന്നെയാണ്. അപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഈ രണ്ട് സാരിയാണ് നല്ല ഇഷ്ടമുണ്ടായിരുന്നത്. നമുക്ക് എന്നാലും അത്ര അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല, കാരണം ലൈറ്റ് ആവുമോ എന്നുള്ളൊരു തോന്നലായിരുന്നു. പിന്നെ അവർ ഉടുത്ത് തന്നപ്പോൾ നല്ല ഭംഗി തോന്നി, നല്ലൊരു ഷൈനും ഗ്ലേസിങ് ആയിരുന്നു. രണ്ട് കളറായിട്ട്, സിൽവറായിട്ടും ഒരു ബേബി പിങ്ക് കളറായിട്ടും തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതുതന്നെയാണ് ഞാൻ എൻ്റെ വെഡ്ഡിങ് സാരി ആയിട്ട് ഉറപ്പിച്ചത്. ഇതിൽ കുറേ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് എനിക്ക് ഈ ഒരു സാരി ഭയങ്കര ഇഷ്ടമായി, ഗോൾഡനിൽ പച്ച ബോർഡറായിട്ട്. അപ്പോൾ ഇത് സെക്കൻഡ് സാരി ആക്കണോ തേർഡ് സാരി ആക്കണോ എന്ന് ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഞങ്ങൾ ഈ ഒരു സാരിയും ശിവറാമെന്ന് വാങ്ങിയിട്ടോ. ഹലോ ഗൈസ്, അപ്പം നമ്മുടെ സെക്കൻഡ് സാരിയുടെ പർച്ചേസിങ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ജയലക്ഷ്മിയിലേക്ക് പോവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് എനിക്കൊരു തേർഡ് സാരി ആണെങ്കിലും എനിക്കതൊരു ഓറഞ്ച് ഷെയ്ഡിലുള്ളത് വേണമെന്നായിരുന്നു. ഓറഞ്ച് അല്ലെങ്കിൽ റെഡ് കോമൺ ആവുകൊണ്ട് ഓറഞ്ച് അല്ലെങ്കിൽ റെഡ്, ഈ രണ്ട് കോമ്പിനേഷനായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. അപ്പോൾ ആ ഫസ്റ്റ് ഓറഞ്ചിൻ്റെ അതേ കളർ ചേഞ്ച് ആയിരുന്നു കേട്ടോ ഈ ഒരു കളർ. പക്ഷേ അത് പിന്നെയും ഗോൾഡൻ പോലെ ആവുകൊണ്ട് അത് എടുത്തില്ല. ലാസ്റ്റ് അവർ കുറേ സാരീസ് മാറ്റി നോക്കി, ലാസ്റ്റ് ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് എനിക്കാണ്. ഇതൊരു ജ്വലിക്കണ ഒരു ഓറഞ്ചാണ്. നമ്മൾ സൺസെറ്റ് ആകുമ്പോൾ ആവണ ആ ഒരു കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഈ സാരിയാണ് നമ്മൾ സെക്കൻഡ് സാരി ആയിട്ട് ഫൈനലി നമ്മുടെ വെഡ്ഡിങ് സാരി ഷോപ്പിംഗ് സ്റ്റാൻഡ്. ഇനിയിപ്പോൾ സംഗീതം റിസപ്ഷൻ്റെ ഔട്ട്ഫിറ്റാണ്, അതിന് നമ്മൾ ബോംബെയിൽ നിന്ന് എടുക്കുന്നതാണ്. നെക്സ്റ്റ് ഗോൾഡ് പർച്ചേസ് ഇല്ല വെച്ചാൽ ഞാൻ നോ ഗോൾഡ് തീമായിരുന്നു ഞങ്ങളുടെ. കാരണം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു വെഡ്ഡിങ്ങിന് ഗോൾഡ് ഇടില്ല. എനിക്കിങ്ങനെ ഒരു എംറാൾഡ് ജ്വല്ലറി ആയിരുന്നു എൻ്റെ പേസ്റ്റൽ ബേബി പിങ്കിൽ വേണ്ടത്. അപ്പോൾ ആദ്യം ഞങ്ങൾ ലേഡീസ് പ്ലാനറ്റ് പെരിന്തൽമണ്ണയിലുള്ള അവിടേക്കാട്ടോ പോയത്. അപ്പോൾ അവിടെ ഈ സെറ്റൊക്കെ ഇട്ട് നോക്കി, അവിടെ ഇങ്ങനെ നമ്മൾ ബുക്ക് ചെയ്ത് വെക്കണം. അപ്പോൾ ഞങ്ങൾ ബുക്കിങ്ങൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ ഇതെല്ലാം എൻ്റെ വെഡ്ഡിങ്ങിന് വെയർ ചെയ്തത്. ഞാനൊരു ഓൺലൈൻ പേജ് ഹോൾസെയിൽ 1 ഗ്രാം ഗോൾഡ്, അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ജ്വല്ലറി സെറ്റ് ഫുൾ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. കയ്യിലിടുള്ള ബാംഗിൾസ് ആണെങ്കിലും ഞാൻ റോസൻ ബാംഗിൾസ് ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാട്ടോ വാങ്ങിയത്. നെക്സ്റ്റ് നമ്മളുടെ ബോംബെ പർച്ചേസിംഗ് ആണ്. നമ്മൾ സംഗീത റിസപ്ഷനും ഇടാനുള്ള ലെഹങ്ക കാര്യങ്ങളൊക്കെ നമ്മൾ ബോംബെ ദാദർ എന്നുള്ള മാർക്കറ്റിൽ നിന്നാട്ടോ വാങ്ങിയത്. നമുക്ക് ഈ സൈഡേഴ്സിനൊക്കെ ഈ റോഡ് സൈഡിൽ തന്നെ അവർ നല്ല ചീപ്പ് റേറ്റിലാണ് നല്ല ഹെവി ലെഹങ്കാസ് അവിടെ വിൽക്കാറ്. അപ്പം ഞാൻ ഈ ഒരു ഷോപ്പിൽ നിന്നാണ് എൻ്റെ സംഗീതത്തിനുള്ള ഈ ലൈറ്റിൽ തന്നെ എത്രയും തിളങ്ങണം. നെക്സ്റ്റ് റിസപ്ഷനിൽ ഇടാനുള്ള ലെഹങ്കയൊന്നും അവിടെ ആക്ച്വലി ഇങ്ങനെ വീഡിയോഗ്രാഫി അലൗഡ് അല്ല, അങ്ങനെ ഒളിച്ചും പാത്തും ഇങ്ങനെയുള്ള വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇട്ടതിന് ശേഷം ഈ ഒരു ഓഫ് വൈറ്റ് ലെഹങ്കയാണ് ഞാൻ റിസപ്ഷന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തത്. നെക്സ്റ്റ് ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് സാരി പർച്ചേസ് ചെയ്തതാണ്, പക്ഷേ ഇട്ടത് പിന്നെ ചേച്ചിയാണ്. Now we are going to do the purchasing of groom. കണ്ണാടി എവിടെ കണ്ടാലും ഡ്രസ്സിനെ കാട്ടും കൂടുതൽ നോക്കുന്നത് മുടിയാണ്. അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ട്രയൽ ചെയ്തിട്ട് ഏട്ടാ ഫുൾ മുടി സെറ്റാക്കണം. 2-3 ഡ്രസ്സോളം നമ്മൾ ട്രയൽ ചെയ്തു. ഈ ബ്ലാക്ക് ഒട്ടും വേണ്ടാന്നായിരുന്നു, കാരണം എനിക്കൊരു മനസ്സിൽ 7 സെൻസ് ഉണ്ടായിരുന്നു ബ്ലാക്ക് എല്ലാവരും ഇടുണ്ടാവും. അതുപോലെ ഈ സംഗീതത്തിന് മോസ്റ്റ് ഓഫ് ദം വോൺ ബ്ലാക്ക്. അപ്പോൾ എൻ്റെ ഒരു ഗ്രീൻ കളർ ആയതുകൊണ്ട് ഒരു ലൈറ്റ് ഗ്രീനായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. അപ്പോൾ കറക്റ്റ് ഇതാണ് പിന്നെ സെറ്റാക്കി കിട്ടിയത്. അങ്ങനെ സംഗീതത്തിനുള്ള ഔട്ട്ഫിറ്റ് റെഡിയായി. അതുപോലെ ചേട്ടനും ചേച്ചിയുടെ ഹസ്ബൻഡും ഇവിടെ തന്നെയാണ് കേട്ടോ ഷോപ്പ് ചെയ്തത്. നല്ല അടിപൊളി കളക്ഷൻസാണ് മെന്ന് സ്പെഷ്യലി ഇവിടെ കിട്ടണത്. ഇതിൻ്റെ എല്ലാ ഡിസ്ക്രിപ്ഷൻസും ലിങ്ക്സും ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മളെ വെന്യൂ കാണലാണ്. അപ്പോൾ നമ്മളുടെ വെഡ്ഡിങ് ഒരു ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആണ്. റിവറിട്ടറി റിസോർട്ട് ചെറുതുരുത്തി വെച്ചിട്ടാണ് നമ്മളുടെ വെഡ്ഡിങ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയാണ് ഒരു ഔട്ട്ഡോർ വെഡ്ഡിങ് ആയിരുന്നു നമ്മളുടെ. അപ്പോൾ എവിടെയാണ് നമ്മളെ സ്റ്റേജ് വരെ ഇതൊക്കെ ഇങ്ങനെ ഏട്ടന്മാരെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് ഈ വീഡിയോയിൽ. നൈനാണോ രുദ്രയാണോ പാടുന്നത്?
ഈ ഒരു പൂൾ ഏരിയയിലാണ് കേട്ടോ നമ്മൾ വെഡ്ഡിങ് സ്റ്റേജ് സെറ്റപ്പ് ചെയ്തത്. വെൽ കെയർ ഈവൻറ്റ്സ് ആണ് നമ്മൾ കംപ്ലീറ്റ് സംഗീത് വെഡ്ഡിങ്ങും റിസപ്ഷനും ഒക്കെ സെറ്റ് ചെയ്തത്. ഇത് വേണ്ട ഡാൻസ് ചെയ്യണ്ടെന്ന് സംഗീത് രണ്ടുപേരും കൂടെ പിടിച്ച് നടക്കുന്നു. ഇതാണ് നമ്മുടെ സംഗീത് സെറ്റപ്പ്. ഇതാണ് നമ്മളെ സംഗീത ഡെക്കർ. ഫുൾ ഓപ്പൺ ഏരിയയിലാണ് നമ്മളെ സംഗീത ഡെക്കർ ഉണ്ടായിരുന്നത്. നമ്മളെ വെൽ കെയർ ഇവൻറ്റ്സ് തന്നെയാണ് ഫുൾ ചെയ്തത്. ഇതിൻ്റെ ഒക്കെ ഹൈലൈറ്റ്സ് വീഡിയോ ഉടനെ ഇറക്കണതാവും. ഞങ്ങളെ ഡാൻസ് പ്രാക്ടീസ് ഒരുവിധമൊക്കെ സെറ്റാക്കി. ചേച്ചി ഭയങ്കര പ്രാക്ടീസിലാണ്. ഇതൊക്കെയാണ് എൻ്റെ വെഡ്ഡിങ് പ്രിപ്പറേഷൻ വ്ളോഗ്. ഇനി എൻ്റെ മെഹന്തി, സംഗീത്, വെഡ്ഡിങ്ങിൻ്റെ മേക്കപ്പ്, പിന്നെ വിരുന്ന്, ഇതൊക്കെ കുറച്ച് ഗ്ലിംസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ആയിട്ടൊരു നെക്സ്റ്റ് വീഡിയോ ചെയ്യുന്നതാവും. താങ്ക്സ് ഫോർ വാച്ചിങ്.